ബൈബിളിലെ ലേവ്യർ അദ്ധ്യായങ്ങളുടെ ആമുഖം. ദൈവത്തിൻ്റെ ജനം പരിശുദ്ധരായിരിക്കണം. നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ്. ആവർത്തിച്ചു കാണുന്ന ഈ വാക്യം ഈ ഗ്രന്ഥത്തിൻ്റെ കാതലായ ആശയം വ്യക്തമാക്കുന്നു. ബലികളും മറ്റ് ആരാധനാനുഷ്ഠാനങ്ങളും വഴിയാണ് ജീവിത വിശുദ്ധി കൈവരിക്കേണ്ടത്. ബാഹ്യമായ ഈ അനുഷ്ഠാനങ്ങൾ ആന്തരിക വിശുദ്ധിയുടെ അടയാളമാണ്. എങ്കിലും ഇവ കൊണ്ട് മാത്രം മനുഷ്യന് വിശുദ്ധി പ്രാപിക്കാമെന്ന ചിന്താഗതി യഹൂദർക്ക് ഉണ്ടായിരുന്നു എന്ന ധാരണ ഈ ഗ്രന്ഥം വായിക്കുന്നവർക്ക് ഉണ്ടാവാം. ബാഹ്യമായ ശുദ്ധിക്കും അശുദ്ധിക്കും ലേവ്യഗ്രന്ഥം വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നു. വിവിധ രോഗങ്ങൾ, അംഗവൈകല്യം, ശാരീരിക മാലിന്യങ്ങൾ എന്നിവയെല്ലാം മനുഷ്യനെ അശുദ്ധനാക്കുമെന്ന് കരുതിയിരുന്നു. കൂടാരങ്ങളിൽ ഒരുമിച്ച് പാർത്തിരുന്ന ജനത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്തു വേണം ഈ നിയമങ്ങളെ വിലയിരുത്താൻ. അനുഷ്ഠാന വിധികളിൽ വരുന്ന വീഴ്ചകളെല്ലാം കുറ്റകരമായി അവർ കരുതി. ശുദ്ധീകരണ കർമ്മങ്ങളും ബലികളും വഴി ഇവയിൽ നിന്ന് മോചിതരാകേണ്ടിയിരുന്നു. ബലികളിലും ആരാധനകളിലും പ്രമുഖ സ്ഥാനം ലേവ്യർക്കായതിനാൽ പ്രധാനമായും ലേവ്യരെക്കുറിച്ചാണ് ഈ ഗ്രന്ഥം പ്രതിപാദിക്കുന്നത്. ലേവ്യർ അദ്ധ്യായങ്ങളുടെ ഘടന. ബലിയർപ്പണത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ. ഇതാണ് ആദ്യ ഭാഗം. അതിൽ ദഹനബലി, ധാന്യബലി, സമാധാന ബലി, പാപപരിഹാര ബലി, പ്രായശ്ചിത്ത ബലി എന്നിവയെക്കുറിച്ചെല്ലാം പരാമർശിക്കുന്നു. അടുത്തതായി പുരോഹിതാഭിഷേകം. അതിൽ അഹറോൻ്റെയും പുത്രന്മാരുടെയും അഭിഷേകം, അവരുടെ ആദ്യത്തെ ബലിയർപ്പണം, നാദാബ്, അബിഹു എന്നിവരുടെ അവിഹിത ആചാരങ്ങൾ ഇവയെക്കുറിച്ചെല്ലാം പ്രതിപാദിക്കുന്നു. അടുത്തതായി ശുദ്ധീകരണ നിയമങ്ങൾ. ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങൾ, വിവിധ തരം അശുദ്ധികളും അവയിൽ നിന്നുള്ള ശുദ്ധീകരണവും ഇവയാണ് മൂന്നാം ഭാഗം. നാലാമതായി പാപപരിഹാര ദിനം. അഞ്ചാമതായി ജീവിത വിശുദ്ധി. ബലിമൃഗം, അതിൻ്റെ രക്തം, വിവാഹം, വിഗ്രഹാരാധന, അവിഹിത വീഴ്ചകൾ, തിരുനാളുകൾ, സാബത്ത് വത്സരം എന്നിവയിലൂടെയെല്ലാം കടന്നു പോകുന്നു. ഇതാണ് ബൈബിളിലെ ലേവ്യർ അദ്ധ്യായങ്ങളെക്കുറിച്ചുള്ള ആമുഖം.